ഹലോ നമസ്കാരം. ഇന്നലെ സ്വാതന്ത്ര്യദിനമൊക്കെ ആയതുകൊണ്ട് ട്യൂഷൻ സെൻറ്ററിനും ഓഫീസൊക്കെ അവധിയായിരുന്നേ. അതുകൊണ്ട് വിചാരിച്ചു ഒരു ചെറിയ ഷൂട്ടിങ് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ ധർമ്മടം ഹാർട്ട് ബീറ്റ് എന്ന് പറഞ്ഞൊരു ചാനൽ, യൂട്യൂബ് ചാനലിന് വേണ്ടിയിട്ട് അത്യാവശ്യം ഷോർട്സ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കുറച്ചായിട്ട് പോകാൻ പറ്റാറില്ല, കുറച്ച് തിരക്കൊക്കെ ആയതുകൊണ്ട്. പിന്നെ ഇന്നലെ ലീവായതുകൊണ്ട് ചോദിച്ചൊന്ന് പോവാമെന്ന് വിചാരിച്ചു. എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ നിന്നായിരുന്നേ ഷൂട്ടിങ്. അവൻ്റേതാണ് ചാനൽ. കൂത്തുപറമ്പാണ് വീട് വരുന്നത്. പിന്നെ രാവിലെ പോയി ഏകദേശം ഒരു 12 മണിയൊക്കെ ആയിരുന്നു. ഏകദേശം ഒരു 12-12:45 അവിടെ എത്തിയിട്ട്. ഇത് അനീഷിൻ്റെ വീടാണ്. അനീഷിൻ്റെ വീട്ടിലെത്തി. ഇതാണ് നമ്മുടെ ഡയറക്ടർ ഉദയാട്ട. ഇതാണ് അനീഷ്. അപ്പോൾ ആളുടെ വീട്ടിൽ നിന്ന് തന്നെ അധികം ഷൂട്ടിങ് ഉണ്ടാവാറ്, ആ വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാവല്. പിന്നെ ഒന്ന് അവിടെ പോയി കുറച്ച് സമയം. നല്ല കാലാവസ്ഥയൊക്കെ ആയിരുന്നു ഇന്നലെ. എന്നാലും ഷൂട്ടിങ്ങിൻ്റെ ഇടയിൽ അത്യാവശ്യം കുറച്ച് കഴിഞ്ഞപ്പോൾ നല്ല മഴ വന്നു. ഇതാണ് അനീഷിൻ്റെ വീട്. ഇതാണ്. പിന്നെ ഷൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ അതിൻ്റെ ഇടയിൽ ഞാൻ ചെറിയ ചെറിയ വീഡിയോ ഒക്കെ എടുത്തിട്ടെല്ലാം പോസ്റ്റ് ചെയ്തിട്ടെല്ലാം ഉണ്ട്. നല്ല രസമായിരിക്കും ഇതിന് പോകുമ്പോൾ. പിന്നെ ഉള്ളത് ഇതിൽ കുറേ ആൾക്കാരുണ്ട്. നമ്മൾ പിന്നെ ഷൂട്ടിങ്ങിൽ ഇതിൻ്റെ ഭാഗമായിട്ടുള്ളത് രഞ്ജിത്താടനുണ്ട്, ഉദയാട്ടനുണ്ട്, രാജേന്ദ്ര മാഷുണ്ട്. അങ്ങനെ അതിൻ്റെ ഇടവേളയിൽ ഒരു ചായ കൂടിയാണ് ഇത്. കുറച്ച് പഴവും സ്നാക്സൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം കഴിച്ച് അങ്ങനെ പിന്നെ ഒരു ടൂറിൻ്റെ ഒരു പ്ലാനൊക്കെ ഉണ്ട്. അതൊക്കെ ചർച്ച ചെയ്ത് കുറച്ച് സമയം വീണ്ടും തുടങ്ങി. ഷൂട്ടിങ് പിന്നെയും തുടങ്ങി. ഏകദേശം നല്ല ലേറ്റായിട്ടുണ്ട്. കാരണം ഓരോ ടേക്കും ഇങ്ങനെ എടുത്തെടുത്ത് ശരിയായി വരുമ്പോൾ എല്ലാവരും ഉള്ളതല്ലേ. ഇതാണ് നമ്മുടെ സനൂപുണ്ട്. പിന്നെ കുറേ സമയം ഇതുണ്ട്. അങ്ങനെ പെട്ടെന്ന് കഴിയില്ലല്ലോ. അപ്പോൾ ഒരാൾ ശരിയാക്കുമ്പോൾ മറ്റൊരാടത്തും തെറ്റും. അങ്ങനെ പിന്നെ ടേക്ക് പോയി അവസാനം ഒന്ന് സെറ്റായിട്ടുണ്ട്. പിന്നെ ധർമ്മടം ഹാർട്ട് ബീറ്റിങ്ങളൊന്ന് കണ്ടു നോക്കാം കേട്ടോ. അതിൽ കുറച്ച് നല്ല ഷോർട്സൊക്കെ ഉണ്ട്. അത്യാവശ്യം നല്ല വ്യൂസൊക്കെ കിട്ടിയ ഷോർട്സാണ്. അവസാനമൊക്കെ പിന്നെ എല്ലാവർക്കും കുറച്ച് ക്ഷീണം വന്നു. അപ്പം തന്നെ പിന്നെ ഫുഡിൻ്റെ ടൈമായി, ലഞ്ച് ബ്രേക്കായി. പിന്നെ ലഞ്ച് ബ്രേക്കിൽ കുറേ കഥയും തമാശയെല്ലായി. അങ്ങനെ ഫുഡ് കഴിച്ചു. നല്ല ഫുഡായിരുന്നു കേട്ടോ. ഷിജി അനീഷിൻ്റെ വൈഫിൽ നിന്ന് നല്ലൊരു ഫുഡൊക്കെയാണ് നമുക്ക് വേണ്ടിയിട്ട് റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ കുറേ തമാശയൊക്കെ ആയിട്ട് അതെല്ലാം കഴിച്ച് ഇങ്ങനെ വർത്തമാനം പറഞ്ഞ് നല്ല രസമായിട്ടായിരിക്കും. അവിടെ ലൊക്കേഷൻ എന്ന് പറയുന്നത് നല്ല രസമാണ്. എല്ലാവരും നല്ല ഫ്രണ്ട്ലി ആയിട്ടാണ്. ഇതാണ് നമ്മുടെ പ്രജിത്ത് കേട്ടോ. ഇത് എൻ്റെ കൂടെ ഒരുപാട് 1-2 ഷോർട്സിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ ആർക്ക് എന്താ എടുക്കേണ്ടതെന്ന് അറിയില്ല. നല്ല രസമായിരുന്നു ഈ ഫുഡ് സെർവ് ചെയ്യില്ലെന്നെല്ലാം പറഞ്ഞാൽ. ഫുൾ കോമഡിയാണ്. ഓരോരുത്തരും ഓരോ കാര്യം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെ പിന്നെ അതൊക്കെ കഴിഞ്ഞു. കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് ഞാൻ കുറച്ച് റീൽസൊക്കെ എടുത്ത് അതൊക്കെ ഉദയാട്ടനെ കൊണ്ടാണെന്ന് ചോദിച്ചേട്ടാ. ഉദയാട്ടനാണ് നമ്മളെ ക്യാമറാമാൻ, ഡയറക്ടർ എല്ലാം ഉദയാട്ടനാണ്. പിന്നെ അവിടുന്ന് കുറച്ച് ഫാഷൻ ഫ്രൂട്ട്സൊക്കെ എടുത്ത് അതിൻ്റെ അടുത്ത് നിന്നൊക്കെ ഒന്ന് നടന്ന് വീഡിയോയിൽ എടുത്ത് പിന്നെ വീട്ടിലെത്തി. നമ്മുടെ രാഗേന്ദ്രൻ്റെ ബർത്ത്ഡേ ആയിരുന്നേ. അപ്പോൾ വരുന്ന വഴിക്ക് കൂത്തുപറമ്പ് തന്നെ ഞാനൊരു കേക്കൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. രാഗേന്ദ്രനോട് വിളിച്ചു ചോദിച്ചപ്പോൾ കേക്ക് വേണമെന്ന് പറഞ്ഞു. പക്ഷേ അവള് പറഞ്ഞ കേക്കൊന്നും കിട്ടിയിട്ടില്ല. വേറൊരു കേക്കാണ് കിട്ടിയത്. ആൾ പിസ്ത എന്തോ അങ്ങനെയാണ് പറഞ്ഞത്. അപ്പോൾ വേറൊരു കേക്കാണ് കിട്ടിയത്. പിന്നെ അത് കൊണ്ടുവന്ന് അതൊക്കെ കട്ട് ചെയ്ത്. പിന്നെ നമ്മുടെ കുഞ്ഞിനെ കണ്ടിട്ടില്ലല്ലോ നിങ്ങൾ. ഇതിൽ ശ്രീയേന്ദു ഉണ്ട്. നമ്മുടെ രാഗേന്ദുവിൻ്റെ അനിയത്തിയാണ് ശ്രീയേന്ദു. അപ്പോൾ രണ്ടാളും കൂടി കുറച്ച് അടിയൊക്കെ നടന്നിട്ടുണ്ട്. മുഖത്ത് ക്രീമൊക്കെ തേച്ചിട്ട് കുറച്ച് പ്രശ്നമെല്ലാം ആയിട്ടുണ്ട് രണ്ടാളും. എന്നാലും ഹാപ്പി ബർത്ത്ഡേ ഒക്കെ പാടിക്കൊടുത്ത്, ചേച്ചിക്ക് വേണ്ടിയിട്ട് അതൊക്കെ പാടിക്കൊടുത്ത് രണ്ടാളും കൂടി നല്ല ഹാപ്പി ആയിട്ട് കേക്കൊക്കെ കട്ട് ചെയ്ത്. സ്വാതന്ത്ര്യദിനത്തിനുള്ള ഒരു പിറന്നാളും കൂടി ആയതുകൊണ്ട് രാഗേന്ദുവിന് ഭയങ്കര സന്തോഷമാണ്. അങ്ങനെ രണ്ടാളും കുറച്ച് സമയം കേക്ക് കട്ടിങ്ങും കുറച്ച് കഥയും. ഭയങ്കര സന്തോഷം ഇപ്പോൾ ആൾക്ക്. ഞാൻ വരുന്നവരാ നിന്നിന്. ഇത് എപ്പോഴാണ് ഇത് വരിക എന്നുള്ള ഉറപ്പില്ലായിരുന്നു. പക്ഷെ എന്നാലും കുറച്ച് വേഗം തന്നെ എത്തിയിട്ടുണ്ട്. ഒരു 8 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് എത്തിയിട്ടുണ്ട്. അത് രണ്ടും മുഖത്തെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം ആക്കി എന്തെല്ലോ ചെറിയ പ്രശ്നങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. സീക്കുട്ടി ഭയങ്കര സന്തോഷമാണ്. ചേച്ചീൻ്റെ പിറന്നാളായാലെന്താ ഓളാ ശരിക്ക് മുതലാക്കിയത്. ചെറിയൊരു പ്രശ്നം എനിക്ക് വായിലെല്ലാം വെച്ചാന്ന് മുഖത്തൊക്കെ അരച്ച് എന്താ പറയണ്ടേ, നല്ലൊരു സന്തോഷമുള്ള ദിവസമായിരുന്നു. ഓക്കെ, ബൈ ബൈ.